വീട്ടിലേക്കുള്ള കുറച്ച് സാധനങ്ങളൊക്കെ തീർന്നിരുന്നു, അതൊക്കെ കൊടുന്നതാണ്. ഓരോരോ ഭാഗത്തേക്ക് എടുത്ത് വെക്കാനുണ്ട്. ഇതൊക്കെ എടുത്ത് വെച്ചിട്ട് വേറെ കുറച്ച് പണികളുണ്ട്. നാളത്തെ കറിക്കുള്ള കുറച്ച് സാധനങ്ങളൊക്കെ സെറ്റാക്കി വെക്കാനുണ്ട്. നാളെ എല്ലാവർക്കും ചോറൊക്കെ കൊണ്ടുപോകാനുള്ള ദിവസമാണ്. ഉണ്ണിത്തണ്ടും പയറും കൂടെ ഉപ്പേരി വെക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഉണ്ണിത്തണ്ട് രാവിലെ ഒന്നും അരിയാൻ പറ്റില്ല. രാവിലെയൊക്കെ അരിയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാവും, അരിഞ്ഞാവൂല. കറി സാമ്പാറാണ് ഉണ്ടാക്കുന്നത്. തേങ്ങ വറുത്തരച്ച സാമ്പാറാണ് ഉണ്ടാക്കുന്നത്. അധികം തേങ്ങ വറുത്ത് വെക്കണം. ഇങ്ങനത്തെ പണികളൊക്കെ രാത്രി ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ പിന്നെ ഭയങ്കര എളുപ്പമാകും. വേഗം ഉണ്ടാക്കിയാൽ മതി. പിന്നെ കുട്ടികളൊക്കെ പോകാനുള്ളതല്ല, അവർക്കൊന്നും ആയി കിട്ടൂല. ഉണ്ണിത്തണ്ട് അരിയിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അത് കഴുകി പാത്രത്തിലാക്കി വെക്കണം. കുട്ടികൾക്ക് ചോറുകൾക്ക് സോയാബീൻ ഉണ്ടാക്കാൻ വിചാരിച്ചു. അത് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെക്കണമല്ല, സോയാബീൻ വെള്ളത്തിലിട്ട് വെക്കുകയാണ്. വെള്ളത്തിലിട്ട് വെച്ചാൽ പിന്നെ എല്ലാ പണിയും കഴിയുമ്പോൾ അത് കുതിർന്ന് വന്നോളും. അടുത്തത് സാമ്പാറിലേക്കുള്ള തേങ്ങ വറുക്കലാണ്. തേങ്ങയിലേക്ക് കറിവേപ്പിലയും ചെറിയ ഉള്ളിയും ജീരകവും ഉലുവയും ഒക്കെ ഇട്ടിട്ടുണ്ട്. തേങ്ങ മൂത്ത് വരുമ്പോൾ പൊടികൾ ഇട്ട് കൊടുക്കണം. ഗ്യാസ് ഓഫാക്കിങ്ങാണ്ട് പൊടികളൊക്കെ ഇട്ട് കൊടുത്തതാണ്. ഞാൻ ചൂടാറിയിട്ട് ഒരു പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കണം. തേങ്ങ വറുത്ത് വന്നപ്പോൾ സോയാബീനൊക്കെ എല്ലാം പുതിർന്ന് നിൽക്കണ്. ഇനി അത് മുറിച്ച് മസാല തേച്ചിട്ട് മാറ്റി വെക്കണം. ഇതും കൂടി കഴിഞ്ഞാൽ പണികളൊക്കെ കഴിഞ്ഞ് രാവിലെ എണീറ്റ് വന്നാൽ വേഗം ഇതൊക്കെ ഉണ്ടാക്കിയാൽ മതി. കാര്യങ്ങളൊന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ ഭയങ്കര ബേജാറാണ്. കുട്ടികൾക്ക് പോകാനുള്ളതല്ലേ, എപ്പോഴാണ് ആകുക എന്നൊക്കെ ഉള്ള പേടിയാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.